നമസ്കാരം കൂട്ടുകാരെ, ഷെർലക് ഹോംസ് കണ്ണനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനെന്ന് വന്നിരിക്കുന്നത് നല്ല 2 ബെസ്റ്റ് ലോങ് കോട്ട് ഫീമെയിൽ അഡൾട്ട് നമുക്ക് കൊടുക്കാനുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാനാണ്. ഇത് വന്നിട്ട് നമുക്ക് ലോങ് കോട്ട് ഷോ ക്വാളിറ്റി ഡയറക്റ്റ് ഇമ്പോർട്ടഡ് ഡോഗിൻ്റെ ഡോട്ടേഴ്സാണ്. ഓക്കെ, അതുകൂടാതെ ഞാനൊരു കാര്യം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിങ്ങളത് കേട്ടിട്ട് അത് എഗ്രി ആണോ ഡിസഗ്രി ആണോ എന്ന് ഒന്ന് കമൻറ്റിൽ ഇട്ടേക്കണേ. വരൂ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഫീമെയിലിൻ്റെ ഫാദർ പെപ്പോണി വോം ആർലറ്റിൻ്റെ സൺ കാൻമോൺ ടീം ഡൊണാൾക്കിനി ഡയറക്റ്റ് സെർബിയൻ ഇമ്പോർട്ട് ഡോഗിൻ്റെ ഡോട്ടറാണ്. ഫീമെയിലിൻ്റെ മദർ എന്ന് പറയുന്നത് ചാമ്പ്യൻ പ്ലിങ്കർ പെറ്റ് ബാക്കിൻ്റെ ഡയറക്റ്റ് ഡോട്ടറാണ്. അപ്പോൾ അതാണ് ഇവരുടെ പാരൻസ് കോമ്പിനേഷൻ. അപ്പോൾ നമുക്ക് ഫീമെയിൽ 2 ഫീമെയിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. രണ്ടും 2 ടൈംസ് ലിറ്റർ പ്രൂവണാണ്. നമുക്കൊരു 8ഉം 9ഉം പപ്പിയൊക്കെ വെച്ചിട്ട് ഇറങ്ങിയിട്ടുള്ള ഡോഗ്സാണ്. ഒരു ഫീമെയിൽ ഇപ്പോൾ മേറ്റിങ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് 3 വീക്സ് 2.5 വീക്സ് 3 വീക്സ് ആയിട്ടുണ്ട്. അത് കൺസീവ് ആണെന്നൊരു ഡൗട്ടുണ്ട്. ഓക്കെ, അത് ഈ ഫീമെയിലാണ് കൺസീവ് ആയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫീമെയിൽ ഒരു 2 വീക്സിനകത്ത് നെക്സ്റ്റ് ഹീറ്റ് ഉണ്ടാവും. ഇപ്പോൾ ലിറ്റർ കഴിഞ്ഞിട്ട് ഏകദേശം 3.5-4 മാസം ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 2 വീക്സിൽ നെക്സ്റ്റ് ഹീറ്റ് ഉണ്ടാവും. അപ്പോൾ 2 ഫീമെയിലും ബ്രീഡിങ്ങിന് ബെസ്റ്റ് കണ്ടീഷനിലാണ്. അപ്പോൾ ക്വാളിറ്റി ഡോഗ്സിനെ കീപ്പ് ചെയ്യണമെന്ന് ഉള്ളവർ മാത്രം ഇതിനെ ചൂസ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഈ ഫീമെയിലിനെ എടുത്തിട്ട് വേറെ ലോക്കൽ മെയിൽസിനൊന്നും നിങ്ങൾ ബ്രീഡ് ചെയ്യിക്കരുത്. ഡോഗിൻ്റെ ക്വാളിറ്റി കളയരുത്. നല്ല ഡോഗ്സിനെ ബ്രീഡ് ചെയ്യിപ്പിക്കാം എന്ന് ഗ്യാരൻറ്റി ഉള്ളവർ മാത്രം കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ ബ്രീഡിംഗ് പർപ്പസിനാണ് ജർമ്മൻ ഷെപ്പേർഡ് നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് നല്ലത് അഡൽട്ട് എടുക്കുന്നതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ്, ഞാനൊരു ബ്രീഡറാണ്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാൻ പറയുകയാണ്. നിങ്ങളൊരു പപ്പി എടുത്താൽ ഒരു ഡയറക്റ്റ് ഇമ്പോർട്ടിൻ്റെ പപ്പിക്ക് ഏകദേശം 35-30 ഇത് കൊടുക്കണം വിത്ത് KC. അതിനെ നിങ്ങൾ 2 വർഷം വളർത്തണ്ടേ. വളർത്തുമ്പോൾ എന്തൊക്കെ സപ്ലിമെൻറ്റ്സ്, ഫുഡ്, ഡ്രൈ ഫുഡ്സ്, മെഡിസിൻസ്, വാക്സിനേഷൻ എത്ര രൂപയാവും? ഏകദേശം 1.5 ലക്ഷത്തിൽ കൂടുതലാവും, എനിക്കറിയാം. അത് 2 വർഷം കാത്തിരുന്നാലേ നമുക്ക് അടുത്തൊരു ലിറ്റർ എടുക്കാൻ പറ്റുള്ളൂ. അത് ഗ്യാരണ്ടി ഇല്ല. 2 വർഷം കഴിഞ്ഞ് അത് പ്രസവിക്കുമെന്നോ ലിറ്റർ തരുമെന്നോ ഗ്യാരണ്ടി ഇല്ല. പക്ഷേ നിങ്ങൾ ലിറ്റർ പ്രൂവണായിട്ടുള്ള ഫ്രഷ് ബിച്ചുകൾ എടുക്കുകയാണെങ്കിൽ, ഒരു 1-2 ലിറ്റർ ആയിട്ടുള്ള ഫ്രഷ് ബിച്ചുകൾ എടുക്കുകയാണെങ്കിൽ അതല്ലേ ബെസ്റ്റ്. ഒരു 2 മന്ത്സിൽ നിങ്ങൾക്ക് ബ്രീഡിങ് ചെയ്യിച്ചൂടെ? ഒരു 2 ഇയേഴ്സ് ആകുമ്പോൾ നിങ്ങൾക്ക് 4 ലിറ്റർ ഇറങ്ങത്തില്ലേ? അപ്പോൾ ഏതാ ബെസ്റ്റ്? അപ്പോൾ പക്ഷേ നിങ്ങൾ എടുക്കുമ്പോൾ നല്ലൊരു ബ്രീഡറിനെ കണ്ട് മീൻസ് ലിറ്റർ പ്രൂവൺ ആണെന്നുള്ള കൺഫർമേഷനോടുകൂടെ എടുക്കുക. ഇത് നല്ല ലോങ് കോട്ട് ഷോ ക്വാളിറ്റി ഡോഗ്സ് കീപ്പ് ചെയ്യണം. ക്വാളിറ്റിയിൽ നമുക്ക് പപ്പീസിന് ഇറക്കണം. ഇതിപ്പോൾ നമ്മുടെ ഈ ഡോഗ് വന്നിട്ട് 8-9 പപ്പീസൊക്കെ ഉണ്ടായിരുന്ന ഡോഗാണ്. 25-30 ഒക്കെ പപ്പിക്ക് നമ്മൾ കോസ്റ്റ് ഇട്ട് കൊടുത്ത ഡോഗാണ്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇമ്പോർട്ട് ഡോഗ്സ് ഒക്കെ ആകുമ്പോൾ അതിൻ്റെ ബോൺ സൈസ്, ഹെഡ്, അതൊക്കെ അങ്ങനത്തെ ക്വാളിറ്റി വരും. പിന്നെ ഇപ്പോൾ നിങ്ങൾ ഫീമെയിൽ ഇങ്ങനെ നിൽക്കുന്ന നോക്കണ്ട. ഫീമെയിൽ ഒരിക്കലും കണ്ടീഷനായിട്ട് വരത്തില്ല. ലിറ്റർ ആയ ഫീമെയിൽസ് ഒരിക്കലും കണ്ടീഷനായിട്ട് വരത്തില്ല. ഒരു മേറ്റ് ചെയ്തിട്ട് 1 മാസമൊക്കെ കഴിയുമ്പോഴേ അത് കുറച്ചൊക്കെ ഒരു കണ്ടീഷൻ കാണിക്കും. പിന്നെ ലിറ്റർ ആയി കഴിഞ്ഞാൽ ഒരു 1-2 ആഴ്ച കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ഔട്ടാവും. പിന്നെ ഹീറ്റ് ആവുന്ന സമയത്ത് കംപ്ലീറ്റ് ഔട്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതങ്ങനെ നിൽക്കും. നല്ല പപ്പീസ് നിങ്ങൾ നോക്കണം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.